മഴത്തോരും മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. രമേശ് നമ്പ്യാർ എന്ന SI ആണെങ്കിൽ വളരെ മോശമായിട്ടാണ് അലീനയോട് പെരുമാറുന്നത്. അന്ന് ഹരിയും രോഹിത്തും കൂടെ അലീനയെ പീഡിപ്പിക്കാൻ ഒരുങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മോശമായിട്ടാണ് തന്നോട് പെരുമാറിയെന്ന് മാത്രം അലീന പറയുമ്പോൾ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അലീന പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അന്നേരം രോഹിത്തിനെ ഹരിയെ വിളിച്ചുകൊണ്ട് വന്ന് അപ്പം ഇവളെ പീഡിപ്പിക്കാൻ നോക്കിയെന്ന് ചോദിക്കുമ്പോൾ ഹരി പീഡിപ്പിക്കാൻ നോക്കിയെന്ന് പറയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അത് രോഹിത് പറഞ്ഞാൽ മതിയെന്നാണ് അയാൾ പറയുന്നത്. നിൻ്റെ വീടല്ലേ, നിൻ്റെ മുറിയല്ലേ, അപ്പം നീ പറഞ്ഞാൽ മതിയെന്ന് പറയാണ്. അങ്ങനെ മയക്കുമരുന്ന് കലക്കി കൊടുത്ത കാര്യവും ഒക്കെ പറയുകയാണ്. അപ്പം എന്തൊക്കെ ചെയ്ത് എന്ന് വിശദമായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം രോഹിത് അതൊക്കെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര നാണക്കേടും അതേപോലെ വിഷമമൊക്കെ ഉണ്ടാകുന്നുണ്ട്. സ്വന്തം സഹോദരൻ തന്നെ അതൊക്കെ പറയേണ്ട വന്നല്ലോ. ആ ഒരു വിഷമം അലീനയ്ക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഉടനെ SI വന്നിട്ട് അലീനയുടെ അടുത്ത് പറയാണ്, നീയല്ലേ പറഞ്ഞത് ഇവർ പ്രത്യേകിച്ച് നിന്നെ ഒന്നും ചെയ്തില്ല. അലീന പറയാണ്, സാർ അതിൻ്റെ ബാക്കി എന്തോ സാറിന് അറിയില്ലല്ലോ, എന്താ സംഭവിച്ചത് സാറിന് അറിയില്ലല്ലോ എന്നൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു കോൺസ്റ്റബിൾ വന്ന് പറയാണ്, സാർ വന്നിട്ടുണ്ട്, അലീനെ അങ്ങോട്ട് കൊണ്ടുചെല്ലാൻ പറഞ്ഞെന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ SI പറയാണ്, ഇവന്മാരെ പിടിച്ച് സെല്ലിൽ ഇട്ടേക്കാൻ പറയാണ്. അങ്ങനെ രോഹിത്തും ഹരി അങ്ങ് പോവുകയാണ്. രോഹിത്താണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെയും വിഷമത്തോടെയും അലീനയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അലീനയാണെങ്കിൽ അതേ ഒരു മാനസികാവസ്ഥയിൽ ഒരു വിഷമത്തിൽ തന്നെയാണ് അലീനയും നിൽക്കുന്നത്. അങ്ങനെ നേരെ സിയയുടെ റൂമിലേക്ക് കൊണ്ടുവരികയാണ്. അങ്ങനെ അലീനയെ അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട്. അലീന അവിടെ ഇരിക്കുന്നുണ്ട്. ഇത്ര നാളുകൊണ്ട് ആ വീട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്, ആരാണ് അലീനയെ അവിടെ ജോലിക്ക് കൊണ്ടുവന്നതെന്നൊക്കെ CI ചോദിക്കുന്നുണ്ട്. അപ്പം അലീന പറയുന്നുണ്ട്, അവിടുത്തെ മുത്തശ്ശിയെ നോക്കാനാണ് ഞാൻ വന്നത്. ബ്രിജിതാമ്മ നടത്തുന്ന ഒരു അനാഥാലയമായിരുന്നു. അവിടെ അമ്മ മരിച്ചതിന് ശേഷം ആ അനാഥാലയം പിന്നെ പ്രവർത്തിച്ചിട്ടില്ല. അവിടെയുള്ള കുട്ടികളൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോവാണ്. അപ്പോൾ എന്നെയും ഇവിടുത്തെ മുത്തശ്ശൻ വന്നാണ് കൂട്ടിക്കൊണ്ടുവന്നത് മുത്തശ്ശിയെ നോക്കാനായിട്ട്. CI ചോദിക്കുകയാണ്, നീ ഒരു ഹോം നേഴ്സാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഹോം നേഴ്സും പിന്നെ ആ വീട്ടിലെ ജോലിക്ക് അയക്കുന്ന ഒരു വേലക്കാരിയും, പക്ഷേ ആ വീട്ടിലുള്ളവർ നിനക്കൊരു ഹോം നേഴ്സിനും വേലക്കാരിക്കും അപ്പുറത്താണല്ലോ ഒരു സ്ഥാനം തന്നേക്കുന്നത്. അതിന് കാരണം എന്താ എന്ന് ചോദിക്കണം. അപ്പം അലീന ഒന്നും മിണ്ടുന്നില്ല. ഈ ബാലേന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ ഭാര്യ വൈജയന്തിക്ക് നിന്നെ ഇഷ്ടമല്ല, അതിനെന്താ കാരണം? നീയും ബാലേന്ദ്രനും തമ്മിൽ തെറ്റായ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ടാണോ അവർക്ക് നിന്നെ ഇഷ്ടമല്ലാത്തതെന്ന് ചോദിക്കുകയാണ്. അലീന പറയാണ്, അങ്ങനെയൊന്നുമില്ല സാർ, എനിക്ക് ബാലേന്ദ്രൻ സാർ അങ്ങ് അച്ഛനെ പോലെ തന്നെയാണ്. അപ്പം CI പറയാണ്, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഓരോ ബന്ധത്തിൻ്റെ മറവിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് ആർക്കറിയാം എന്ന് CI പറയാണ്. മാത്രമല്ല നീ അവിടെ നിൽക്കുന്നത് വൈജയന്തിക്ക് ഇഷ്ടമല്ലാത്തതിൻ്റെ പേരിൽ ബാലേന്ദ്രനായിട്ട് എന്നും പ്രശ്നങ്ങളായിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണാണ് അവർ രാത്രിയിൽ ഇറങ്ങിപ്പോയതും 1 മണി 2 മണി സമയത്ത് ആക്സിഡൻ്റ് ഉണ്ടായി ഇപ്പോൾ അവർ ഹോസ്പിറ്റലായതും അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, എനിക്കറിയത്തില്ല സാർ. അപ്പം രാത്രി ആക്സിഡൻ്റ് ഉണ്ടായെന്ന് പറയുന്നത് ശരിയല്ലേ, അത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയിട്ടല്ലേ അങ്ങനെ ഉണ്ടായതെന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന പറയാണ്, അത് മാഡം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തന്നെയാണ്, കാരണം എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്ന് പറയാണ്. അന്നേരം CI ചോദിക്കുകയാണ്, ഈ വൈജേന്ദ്ര മകൻ രോഹിത്ത് നിന്നോട് എങ്ങനെയാണ് പെരുമാറിയിരുന്നതെന്ന് ചോദിക്കുകയാണ്. രോഹിത്തിനും ഇഷ്ടമല്ലായിരുന്നു ഞാൻ അവിടെ നിൽക്കുന്നതെന്ന് അലീന പറയുകയാണ്. പിന്നെ ആർക്കൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു നീ അവിടെ നിൽക്കുന്നതെന്ന് CI വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് ബാലേന്ദ്രൻ സാറിനും അതേപോലെ കൃഷ്ണജ, അത് ബാലേന്ദ്രൻ സാറിൻ്റെ ഇളയ മോള് കൃഷ്ണജയ്ക്കും ഞാൻ അവിടെ നിൽക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ബബിത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലോ എന്ന് CI ചോദിക്കുന്നുണ്ട്. ആ പെൺകുട്ടിക്കും നീ അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഹരിശങ്കർ എന്ന് പറയുന്നവൻ അവിടെ വരാറുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയണേ, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എന്ന് പറയാണ്. അവർ നിന്നോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് ചോദിക്കണം. അപ്പോൾ അലീന ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അലീന ഉണ്ട് എന്ന് പറയാണ്. എങ്ങനെ എന്നെയും ആക്രമിക്കാൻ അവന്മാർ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അലീനയാണെങ്കിൽ തലയാട്ടുന്നുണ്ട്. എങ്ങനെയെന്ന് വീണ്ടും ചോദിക്കുകയാണ്. അത് ജ്യൂസിലാണെങ്കിൽ മയക്കുഗുളിക കലക്കി തന്നായിരുന്നു, അത് കുടിച്ചായിരുന്നു എന്നെ ആക്രമിക്കാൻ നോക്കി എന്ന് പറയാണ്. അപ്പം CI പറയാണ്, എന്നിട്ട് എന്ത് സംഭവിച്ചു? പക്ഷേ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ സ്വയം കത്തിയെടുത്ത് കുത്തി, അത് കണ്ട് ഭയന്ന് വിറച്ച് അവരെന്നെ ഉപദ്രവിക്കാതെ വെറുതെ വിടുമെന്ന് അലീന പറയാണ്. അപ്പം CI പറയാണ്, അന്ന് അവർ നിന്നെ ആക്രമിച്ച സമയത്ത് നീ സ്വയം കത്തിയെടുത്ത് കുത്തി, അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഇവർ നിന്നെ ആക്രമിച്ചേനെ. അന്ന് പോലീസ് നിൻ്റെ അടുത്ത് വന്നായിരുന്നു, നിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നീ കാര്യം പോലീസിൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു, അവരെ രക്ഷപ്പെടുത്തി. ഇനി നീ എങ്ങനെ രക്ഷപ്പെടുത്തും അവന്മാരെ? കേസിൽ നിന്ന് അവന്മാർ രക്ഷപ്പെടത്തില്ല, അവന്മാരെ ഇടിച്ച് പിഴിഞ്ഞിട്ടേക്കുക, ഇനി അവന്മാരെ ഒന്നിനും കൊള്ളാത്ത പരുവത്തിലാക്കി ഇട്ടേക്കുക എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് അലീനയ്ക്ക് ഒരു വിഷമമൊക്കെ വരുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, നീ അന്നത്തെ കാര്യം പറഞ്ഞ് ഇപ്പോൾ ഒരു പരാതി കൊടുക്ക്,
അപ്പം അവന്മാർക്കെതിരെയുള്ള കേസ് ഒന്നും കൂടെ സ്ട്രോങ് ആവട്ടെ എന്ന് പറയാണ്. അപ്പോൾ അലീന ഒന്നും മിണ്ടായിരിക്കുകയാണ്. പറഞ്ഞത് കേട്ടില്ലേ, നീ അവന്മാർക്കെതിരെ കേസ് തരണമെന്ന്. അപ്പോൾ അലീന പറയാണ്, എനിക്ക് കേസില്ല, ഞാൻ കേസ് തരുത്തുമില്ല. അതെന്താണെന്ന് CI ചോദിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ പുറകിൽ കേസിന് പോകാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറയാണ്. പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയോട് ഇവന്മാർ ചെയ്ത ക്രൂരത അത് പൊറുക്കാൻ പറ്റത്തില്ല. അതിൽ അവന്മാർക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അതിന് നിൻ്റെ ഒരു കേസും കൂടെ നിൻ്റെ ഒരു പരാതിയും കൂടെ ആകുമ്പോൾ അത് നല്ല സ്ട്രോങ് ആവുമെന്ന് പറയുകയാണ് CI. എന്തായാലും നീ പുറത്തോട്ട് ചെല്ല്, അവൾക്ക് എതിരെ ഒരു കേസ് കൊടുക്കാനായിട്ട് പരാതി എഴുതിത്തരാൻ പറയുകയാണ്. അങ്ങനെ അലീന പുറത്തേക്ക് വന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സെല്ലിനുള്ളിലാണെങ്കിൽ രോഹിത്ത് കിടപ്പുണ്ട്. രോഹിത്താണെങ്കിൽ അവിടെ ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. അലീനയാണെങ്കിൽ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് പഴയ കാര്യങ്ങളൊക്കെ. ചിത്താമ്മയായിട്ട് വരുന്നതും അലീനയുടെ അമ്മ വൈജയാണെന്ന് അറിഞ്ഞതും കൊല്ലപ്പള്ളിയിലേക്ക് വരുന്നതും പിന്നെ വൈജയ്ക്കാണെങ്കിൽ അലീനയെ കണ്ടുകൂടാ. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. അവിടെ നടന്ന പ്രശ്നവും അവസാനം ബാലേന്ദ്രൻ തൻ്റെ മകളായി അലീനയെ അംഗീകരിക്കുന്നതും ഇതിൻ്റെ ഇടയ്ക്ക് ഹരിയും രോഹിത്തും കൊണ്ട് തന്നെ ഉപദ്രവിക്കാൻ നോക്കിയതും എല്ലാം അലീന ഇങ്ങനെ ആലോചിക്കുകയാണ്. വൈജയന്തിയും ബാലേന്ദ്രനും പ്രശ്നമുണ്ടായി. വൈജയന്തി രാത്രി ഇറങ്ങിപ്പോയി. ആക്സിഡൻ്റ് ഉണ്ടായതൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്ന് സങ്കടത്തോടെ ഇങ്ങനെ ആലോചിക്കുകയാണ്. രോഹിത്താണെങ്കിൽ സെല്ലിനകത്ത് ഇങ്ങനെ കിടക്കുന്നതും അലീന നോക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ സുലോചനയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അപ്പം സുലോചനയെ കാണുമ്പോൾ തന്നെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഗോവർദ്ധൻ എന്തിയെ, ഗോവർദ്ധൻ വക്കീലിനെ കാണാൻ പോയിട്ട് എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവസാനം സുലോചന പറയുന്നുണ്ട്, ഗോവർദ്ധൻ ചേട്ടനാണെങ്കിൽ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് അലീനയുടെ ആവശ്യത്തിന് പോയേക്കുവാണെന്നൊക്കെ പറയാണ്. അവസാനം ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ സുലോചന പറയാണ്, അലീനയും പിടിച്ചുകൊണ്ട് പോയി. ഇതിന് മുമ്പുള്ള എന്തോ ഒരു കേസിൻ്റെ കാര്യം ചോദിക്കാനോ പറയാനോ എന്നാണ് അവർ പറഞ്ഞത്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ അങ്ങ് ബഹളം തുടങ്ങി. എൻ്റെ മോൾക്ക് എന്ത് പറ്റി, എൻ്റെ മോളെ എന്തിനാ പിടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ബഹളം തുടങ്ങി. അപ്പോൾ സുലോചന പറയാണ്, ഏട്ടൻ ടെൻഷൻ അടിക്കേണ്ട, അലീനയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഗോവർദ്ധൻ ചേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, എന്താണെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. തെറ്റൊന്നും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് പോലീസിന് കുറേ നേരം അവിടെ പിടിച്ചിരുത്താൻ പറ്റത്തില്ല എന്നൊക്കെ പറയുകയാണ്. എന്നെ കണ്ട് സംസാരിക്കാൻ പറ്റിയില്ലെന്ന് എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു എന്ന് സുലോചന പറയാണ്. അപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഭയങ്കര ബഹളവും പ്രശ്നമൊക്കെ ആയി. എത്രയും പെട്ടെന്ന് എനിക്ക് പോകണം, എൻ്റെ മോളെ അവിടെ നിന്ന് കൊണ്ടുവരണം, അവളിപ്പോൾ പേടിച്ച് വിറച്ചിരിക്കുകയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ കിടന്ന് ബഹളം വെക്കുകയാണ്. അങ്ങനെ സിസ്റ്ററും സുലോചനയും എല്ലാവരും കൂടെ സമാധാനിപ്പിച്ച് അവിടെ കിടത്തുകയാണ്. അതിനുശേഷം സുലോചന വൈജയും കാണാൻ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് വൈജ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ചോദിക്കുന്നുണ്ട്, രോഹിത്തിൻ്റെ കാര്യം എന്തായി, രോഹിത്തിനെ ഇറക്കാൻ ആരെങ്കിലും പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അറിയുന്നത് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലാണ്. പെട്ടെന്ന് രോഹിത്തിനെ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ട് ബാലേട്ടന് മൈനർ അറ്റാക്ക് വന്നതാണെന്ന് സുലോചന വൈജയെടുത്ത് പറയുകയാണ്. അലീനയെ പോലീസ് കൊണ്ടുപോയ കാര്യം വൈജയെ അറിയിക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോഴത്തേക്ക് വൈജയ്ക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അപ്പം വൈജ പറയാണ്, അവളെ പിടിച്ചുകൊണ്ട് പോയാലും എനിക്കൊന്നും ഒരു പ്രശ്നമില്ല, എൻ്റെ മോനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ പറ്റുമോ, അത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് വൈജ പറയുകയാണ്.